ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു കടൽ പാലത്തിൻ്റെ മുകളിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അടിപൊളി കാഴ്ചകളാണ് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പോണത് കുവൈത്തിലെ ഏറ്റവും വലിയ കടൽ പാലം കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നോമ്പാണ്, ഏകദേശം നോമ്പറക്കാനൊക്കെ ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയും റൂമിൽ നിന്ന് പോസ്റ്റബിൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഐഡിയ തോന്നിയത്. നമ്മളൊന്നും നോക്കിയില്ല, കടൽപ്പാലം കാണാന്നുള്ളൊരു വൈബിൽ പോവാണ്. ഇപ്പോൾ ഈ റോഡ് ഡയറക്റ്റ് പോണത് ആ പാലത്തിൻ്റെ എൻട്രിക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി ഫുള്ള് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളെ മെയിനായിട്ടുള്ള പോർട്ടാണ്, ശരിക്കും പോർട്ടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മൊത്തത്തിൽ നമ്മൾ ഈ പാലം എന്ന് പറഞ്ഞാൽ 48 കിലോമീറ്റർ നീളമുള്ളൊരു പാലമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പാലത്തിലേക്ക് എൻട്രി ആവാൻ പോവുകയാണ്. മെയിൻ ഹൈലൈറ്റ് നല്ല പകൽ സമയത്ത് വന്നാൽ നമുക്ക് ഭയങ്കര ചൂടാണ്. നമ്മൾ ഒരു ഈവനിങ് ടൈം ചൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം എന്തായാലും അപ്പോൾ നമ്മളെ ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേൾഡിൽ 4ാം സ്ഥാനം കിട്ടിയിട്ടുള്ള പാലാണ്. അതായത് കടലിൻ്റെ നടുക്ക് കൂടെയുള്ള ഒരു പാലാണിത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വൈബാണ്, ഒരു രക്ഷയില്ല. നമ്മൾ ഏകദേശം പാലത്തിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്നത് നട ഇതാണ് കുവൈറ്റ് സിറ്റി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം കടലിന് മുകളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. സത്യം പറയാൻ നമുക്ക് ഭയങ്കര ഒരു പേടി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക, ഒരു ഒഴിഞ്ഞൊരു സ്ഥലത്ത് കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കുവൈറ്റ് സിറ്റിൻ്റെ ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നൈറ്റ് വരണം ശരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം നൈറ്റ് റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് നോമ്പറക്കുന്നതിന് മുന്നേ പോയി വരാമെന്നുള്ളൊരു ഫീലിലാണ് വന്നിട്ടുള്ളത്. പിന്നെ സത്യം പറയാമല്ലോ, നമുക്ക് ഭയങ്കര എന്തായാലും നമ്മുടെ മുന്നിൽ വേറെ വണ്ടി ഉണ്ട്. നമ്മളതിനെ ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ട് മെല്ലെ പോകണുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ഓവർ സ്പീഡിൽ പോകരുത്. 100ആണ് മാക്സിമം സ്പീഡ് ഇവിടുത്തെ. ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല കെയർ ചെയ്തിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി. പിന്നെ നമ്മളെ ഈ പാലം കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം എന്താ വെച്ചാൽ സുബഹിയേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും വേഗത കൂടിയ മാർഗ്ഗമാണ് ഇത്. അല്ലെങ്കിൽ ഒരു ഇപ്പം എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു മാർഗ്ഗം കൂടിയാണിത്. ഇവിടെ എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ കാണാനുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് നമ്മളിപ്പോൾ അവിടെ ഒന്നും നോക്കണില്ല. മെയിൻ ഹൈലൈറ്റ് നമ്മളെ കുവൈറ്റ് സിറ്റിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ട് നമുക്ക് നല്ലൊരു വ്യൂവിൽ തന്നെ. പിന്നെ ഇത് നമ്മളെ അറബിക്കടലിൻ്റെ ഒരു നല്ലൊരു വ്യൂ കൂടിയാണുള്ളത്. അതായത് സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നല്ല പേടി തോന്നുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല, കാരണം നമ്മൾ അത്രയും കടലിലെ നടു കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോണ സ്പോട്ടിൽ എന്ന് പറഞ്ഞാൽ ബഗ്ഗി റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ അതൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്കതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. പിന്നെ നമ്മൾ കടലിലെ നടുക്കൊക്കെ പോയിട്ടുള്ളത് ഏകദേശം കപ്പലിലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം വാഹനത്തിലാണ് നമ്മൾ കടലിലെ നടുക്കൊക്കെ കൂടെ യാത്ര ചെയ്യുന്നത്. ആ ഒരു വൈബ് വേറെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നേരെ പോകുമ്പോൾ ജസ്റ്റ് ഒരു ടവർ പോലൊരു സംഭവം കാണാണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് അതിൻ്റെ അടുത്തെത്തിയിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ വീണ്ടും പറയണു, ഇതിൽ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ മാക്സിമം കെയർ ചെയ്തിട്ട് തന്നെ എല്ലാവരും ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. 100ആണ് സ്പീഡ്. പിന്നെ ഒരേ ലെങ്ത്ത്, വളവോ തിരിവോ കാര്യമൊന്നുമില്ല, സ്ട്രെയിറ്റ് റോഡാണ്. നല്ലൊരു ഫീൽ തന്നെയാണ് നമുക്ക് തരുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ. ഇവർ ഈ പാലത്തിൽ തന്നെ ചെറിയൊരു ഫ്ലൈ ഓവർ മോഡലും കൂടി ചെയ്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്കറിയില്ല. അതൊരു ഭംഗിയല്ലേ, നമുക്ക് കുറച്ച് ലോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്നൊരു ഭംഗി പോലെ തോന്നിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ സംഭവം എന്നൊക്കെ കറക്റ്റ് നോക്കാം. ഷട്ടർ പോലത്തെ എന്തോ സംഭവമാണ്. ഓ ഗൈസ്, മുന്നിലേക്കുള്ള വ്യൂ നോക്കൂ ഗൈസ്, ഒരു രക്ഷയില്ല. ഗൈസ് ഇപ്പം നമുക്ക് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കയറ്റത്തിൽ നിന്ന് നേരെ കടലിലേക്ക് കുത്തനെ ഇറങ്ങാൻ പോണ പോലത്തെ ഒരു ഫീലാണ്. നമ്മളെ സത്യം കുവൈത്തിൽ ഒരുപാട് ആൾക്കാർ ഇപ്പം
വർഷം 1.5 വർഷം നിന്നിട്ട് നാട്ടിൽ പോയിട്ടാണ് തിരിച്ചു വന്നത്. ആ 1.5 വർഷം കൊണ്ട് ഞാൻ ഇപ്പോഴൊന്നും കണ്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോഴാണ് നമ്മളിവിടെയൊക്കെ എത്തിയത്. അതേപോലെ കുവൈത്തിൽ ഒരുപാട് ആൾക്കാർ 5, 6, 8, 10 വർഷമായിട്ടുള്ളവരുണ്ട്. ചിലപ്പോൾ അവരൊക്കെ നേരെ നാട്ടിൽ നിന്ന് വരിക, ജോലി സ്ഥലത്ത് കയറുക, തിരിച്ച് നാട്ടിലേക്ക് പോവുക, അങ്ങനത്തെ ഒരു മെത്തേഡാണ് ചൂസ് ചെയ്യുന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതേപോലെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു ടാക്സി വിളിച്ചിട്ട് പോലാണെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഏറ്റവും ഒരു അടിപൊളി ഫീൽ തരുന്ന ഒരു സ്പോട്ടാണിത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എല്ലാവരും ഇവിടെ വന്നിട്ട് കാണാൻ ശ്രമിക്കുക. സത്യം പറയാലോ ഒരു രക്ഷയില്ല ഗൈസ്. പാലത്തിലൂടെ വന്നിട്ട് കടലിൽ നടക്കുക കൂടെ ഒരു 100 സ്പീഡിൽ വന്നിട്ട് നമ്മൾ ഏകദേശം കടലിലെ പാലത്തിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻഡിലെത്തുമ്പോൾ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. ജസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ആ റൈറ്റ് സൈഡിൽ വലിയൊരു ചെറിയൊരു ദ്വീപുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ അവിടെയൊക്കെ പോകണമെന്നുണ്ട്. അതൊക്കെ നമുക്ക് നിങ്ങളെ കാണിച്ചു തരാം. കുവൈത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒന്നുമില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോടാണ് നമ്മൾ പറയുന്നത് കുവൈത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളവിടെയൊക്കെ പോകുന്നതാണ്. അങ്ങനെ നമ്മൾ കടൽപ്പാലം കഴിഞ്ഞ് ഗൈസ് വീണ്ടും ഒരു മരുഭൂമിയിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളൊരു മരുഭൂമിക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മരുഭൂമിയിലൂടെ ട്രാവൽ ചെയ്യാം. ഒരുപാട് ആടുജീവിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരെ സാമ്രാജ്യമാണ് ഗൾഫ് രാജ്യം എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം വരെ വന്നിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് പക്ക ഒരു മരുഭൂമി. ഇവിടെ ആകെ വൈദ്യുതിൻ്റെ കാര്യങ്ങൾ മാത്രമേ കാണാനുള്ളൂ നമുക്ക്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പക്ക ഒരു മരുഭൂമിയാണിത് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് എൻഡത്തെ അവസ്ഥ. എൻഡ് ഓഫ് റോഡ് എന്നുള്ളൊരു ബോർഡടക്കം നമ്മളെ കണ്ട്. ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. ഏകദേശം ഇതാണ്. നമ്മൾ തിരിച്ച് നേരെ യൂട്ടേൺ അടിച്ചിട്ട് നമ്മൾ എൻഡ് ഓഫ് റോഡ് കടൽപ്പാലത്തിൻ്റെ